കേന്ദ്ര സർക്കാരിനെതിരായ ലത്തീൻ സഭാ വിമർശനത്തെ പിന്തുണച്ച് ശശി തരൂർ. വിശ്വാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചത്. വിമർശനത്തിൽ ബിജെപിക്ക് മോശം തോന്നിയെങ്കിൽ സ്വയം കണ്ണാടി നോക്കണം. തുടർഭരണം വരുന്നതിലെ ആശങ്കയാണ് ബിഷപ്പ് പങ്കുവച്ചതെന്നും ശശി തരൂർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാജ്യത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അത് എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഒരു പിതാവിന് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ വിശ്വാസികൾക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധിക്കുമോ? ഞാനിതിലൊരു തെറ്റും കാണുന്നില്ല. ആരെയും അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ആക്രമണിക്കരുത്, പീഡിപ്പിക്കരുത്. അദ്ദേഹം നന്നായി പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ. അതിനെ അഥവാ ഒരു പാർട്ടി മോശമായി എടുക്കുന്നതിന് ആ പാർട്ടി ഒന്ന് കണ്ണാടി നോക്കട്ടെ, എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ മോശമെടുക്കാൻ ആവശ്യം വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പല വിധത്തിലും ഭാരതത്തിൻ്റെ ഭാവിയെ തീരുമാനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. മൂന്നാം തവണ ഒരു ഭരണത്തിൽ വന്നാൽ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത്? ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഈ രാജ്യത്തിൻ്റെ ജീവിത രീതികളെയും കുറിച്ച് നമ്മൾക്ക് തന്നെ ചിന്തിക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ബിഷപ്പിൻ്റെയും ചിന്തയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അല്ലമീൻ തോട്ടുമുക്ക് നൽകും വിവരങ്ങൾ. അമീൻ, ഇന്നലെ ദുഃഖവെള്ളി ദിന സന്ദേശത്തിൽ മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ ആശങ്ക ക്രൈസ്തവ സമൂഹം നേരിടുന്ന ആശങ്കയാണ് പങ്കുവച്ചത്. ലത്തീൻ അതിരൂപത ഉൾപ്പെടെ ആർച്ച് ബിഷപ്പ് തോമസ് ജെയിനെറ്റോ ഉൾപ്പെടെയുള്ളവർ. ഇന്നിപ്പോൾ ശശി തരൂർ അതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തുന്നു. ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരായ ഒരു സന്ദേശം തന്നെയായിരുന്നു ഇന്നലത്തെ ക്രൈസ്തവ സഭകളുടെ നിലപാട്. പ്രത്യേകിച്ച് ദീപിക മുഖപ്രസംഗത്തിൽ ഉൾപ്പെടെ അത് കൃത്യമായൊരു രാഷ്ട്രീയ സന്ദേശം നൽകുകയും ചെയ്തിരുന്നു, അല്ലേ? വിനിത, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്തുന്നതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ പദ്ധതി ഒരു ഭാഗത്ത്, സംസ്ഥാന നേതൃത്വത്തിന്റെ പദ്ധതി മറ്റൊരു ഭാഗത്ത്, അങ്ങനെ എല്ലാ വഴിയിലൂടെയും ക്രൈസ്തവ സഭകളെ പരമാവധി ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നതിനിടെയാണ് ഇന്നലെ പ്രമുഖമായ സഭാ നേതാക്കന്മാർ ഒരേ സ്വരത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ബിജെപിക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ചില പ്രതികരണങ്ങൾ നൽകിയത്. അതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകളിൽ ഭൂരിപക്ഷവും ബിജെപിക്കെതിരായി ഏകീകരിക്കപ്പെടുമെന്നുള്ള കൃത്യമായ ഒരു സൂചന ആ വാക്കുകളിലുണ്ട്. അത് LDFും UDFും ഇപ്പോൾ ആയുധമാക്കുകയാണ്. കാരണം ഒരു വേള LDFിനും UDFിനും ഒക്കെ ആശങ്കയുണ്ടായിരുന്നു. സാധാരണഗതിയിൽ മുൻപൊക്കെ തങ്ങൾക്ക് അനുകൂലമായി വന്നിരുന്ന ഈ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടാകുമോ, ഒരു പിളർപ്പുണ്ടാകുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതേതായാലും BJPയിലേക്ക് പോകില്ല എന്ന് അവരിപ്പോൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇന്നലെ സഭാ നേതൃത്വം നൽകിയ പ്രതികരണങ്ങൾക്ക് പിന്നാലെ. പക്ഷേ ആ വോട്ടുകൾ ആർക്ക് അനുകൂലമായി വരും? UDFിന് അനുകൂലമാകുമോ, LDFിന് അനുകൂലമാകുമോ എന്നതൊരു ചോദ്യമാണ്. ഏതായാലും അതിൽ വലിയ പ്രതീക്ഷ ഇരു മുന്നണികൾക്കുമുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ലത്തീൻ വോട്ടുകൾ വളരെ നിർണായകമാണ്. വളരെ സ്വാധീനമുള്ള ഒരു വിഭാഗം കൂടിയാണ് തിരുവനന്തപുരത്ത് ലത്തീൻ വോട്ടുകൾ. ഇന്നിപ്പോൾ ശശി തരൂർ ആ ഒരു പിന്തുണ ബിഷപ്പിന് അറിയിച്ചിരിക്കുകയാണ്. കാരണം ബിഷപ്പ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സമുദായം അനുഭവിക്കുന്ന, സമുദായത്തിലെ വിശ്വാസികൾ അനുഭവിക്കുന്ന വേദനകളാണ്, ബുദ്ധിമുട്ടുകളാണ് ബിഷപ്പ് പറഞ്ഞത്. അങ്ങനെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എങ്ങനെ ബിഷപ്പിന് അത് പറയാതിരിക്കാനാകും, ചൂണ്ടിക്കാണിക്കാതിരിക്കാനാകും? അതിൽ താൻ ഒരു തെറ്റും കാണുന്നില്ല എന്നുകൂടി ശശി തരൂർ പറയുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഈ ലത്തീൻ വോട്ടുകൾ BJPക്കെതിരാകുമെന്നുള്ളത് ഇന്നലത്തെ ബിഷപ്പിൻ്റെ ആ പ്രസ്താവനയോടുകൂടി വ്യക്തമായിട്ടുണ്ട്. പിന്നെ ഇത് ആർക്ക് പോകുമെന്നുള്ളതാണ് ഒരു ചോദ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDFിനോ UDFിനോ. LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുള്ളത് വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട മുതലപ്പുഴയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും ഇടതു നേതാക്കളും പലപ്പോഴായി സ്വീകരിച്ച നിലപാടുകൾ, അത് തീരദേശ മേഖലയിലെ ജനങ്ങളും അതുപോലെ തന്നെ സർക്കാർ ഈ സഭാ നേതൃത്വത്തിനെതിരെയൊക്കെ കേസെടുത്തതൊക്കെ ഇരു കൂട്ടരും തമ്മിലുള്ള വലിയ വാക്പോരിനും തർക്കത്തിനുമൊക്കെ ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് അവിടേക്കും വോട്ട് പോകില്ല, തങ്ങളിലേക്ക് തന്നെ, കോൺഗ്രസിലേക്ക് തന്നെ വോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF നിൽക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ സഭാ നേതൃത്വത്തിന് UDFിന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ശശി തരൂർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പ്രചരണം നടത്തുന്നത് കൂടുതലും ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അവിടെ പുലിമുട്ടും കടൽ ഭിത്തിയുമൊക്കെ നിർമ്മിക്കുന്നതിന് താൻ ഇടപെട്ട് കേന്ദ്രത്തിൽ നിന്ന് ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് എന്നതടക്കമുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതൊക്കെ പൊള്ളയായ വാഗ്ദാനമാണെന്ന് തുറന്നു കാട്ടാൻ ശശി തരൂർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ബിഷപ്പിന്റെ പ്രസ്താവന അത് കുറച്ചുകൂടി തങ്ങളുടെ നിലപാടുകൾക്ക് പിന്തുണ കിട്ടുമെന്ന രീതിയിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ആ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതികരണം കൂടിയാണ് ഇന്നലെ ശശി തരൂർ പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വിനിത, ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ക്രൈസ്തവ സഭകൾ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. അതിനി തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ടായി മാറുമെന്നാണ് അറിയാനുള്ളത്. ഏതായാലും തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ തോമസ് ജെയിനെറ്റോ ഉൾപ്പെടെ ഉള്ളവരുടെ പ്രസ്താവനയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്.